നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ആരംഭിക്കാൻ 38 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഇതുവരെ ഒരു ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. ഫിഫ വീണ്ടും ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കി. അപ്പോൾ ഓഫർ അങ്ങോട്ട് കൊടുത്ത് റിലയൻസ് ഓഫർ ചെയ്തിരിക്കുന്നത് $20 മില്യൺ ഫിഫ ഇനീഷ്യലി ചോദിച്ചത് $100 മില്യൺ ആയിരുന്നു. അതാണ് $20 മില്യൺ ഇപ്പോൾ നൽകാമെന്ന് റിലയൻസ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഫിഫ അത് റിജക്റ്റ് ചെയ്തു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. നമ്മൾ സ്പോർട്സ് സ്റ്റാറിൻ്റെ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ്. അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്ന വിവരം എങ്ങനെയാണ്: ഫിഫ വേൾഡ് കപ്പ് 2026 ബ്രോഡ്കാസ്റ്റ് ക്രൈസിസ്, ഇന്ത്യാസ് റിലയൻസ് ഓഫേഴ്സ് $20 മില്യൺ, ചൈന ഡീൽ അനൗൺസ്ഡ്. അപ്പം ഇതിൽ സംഭവം ഇന്ത്യയിലും അതുപോലെ തന്നെ ചൈനയിലും ഇതുവരെ ബ്രോഡ്കാസ്റ്റേഴ്സ് ആയിട്ടില്ല എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള 2 കൺട്രീസ്, ആ രാജ്യങ്ങളിൽ വേൾഡ് കപ്പ് കാണാൻ പറ്റില്ലേ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. അപ്പോൾ നോക്കുക, ഇന്ത്യയിൽ റിലയൻസ് ഡിസ്നി ജോയിൻറ്റ് വെഞ്ചർ $20 മില്യൺ 2026 വേൾഡ് കപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റിന് വേണ്ടി ഫിഫക്ക് ഓഫർ ചെയ്തത്. ഫിഫ ചോദിച്ചതിൻ്റെ വളരെ ചെറിയ ഒരു തുക മാത്രമാണിത്. അപ്പം ഗ്ലോബൽ ഗവേണിംഗ് ബോഡി അത് ആക്സെപ്റ്റ് ചെയ്തില്ല ഈ ഓഫർ. ഇത് വേണ്ടെന്ന് അവർ പറഞ്ഞു എന്നാണ് ഇപ്പോൾ റോയിറ്റേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സോണി ഈ വിഷയത്തിലൊരു ചർച്ച നടത്തിയിരുന്നു ഫിഫയുമായിട്ട് റൈറ്റിന് വേണ്ടിയിട്ട്. പക്ഷേ അതിലും ഒരു തീരുമാനമായിട്ടില്ല. അതേസമയം ചൈനയിൽ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഫിഫ പറയുന്നത് 2022 വേൾഡ് കപ്പിൻ്റെ വ്യൂവർഷിപ്പ് നോക്കുകയാണെങ്കിൽ ആ വ്യൂവർഷിപ്പ് അവേഴ്സിൻ്റെ 49.8% ചൈനയിൽ നിന്നായിരുന്നു എന്നാണ്. അപ്പം ഇന്ത്യയിലും ചൈനയിലും ഇത്ര സമയമായിട്ടും വേൾഡ് കപ്പ് തൊട്ടരികിലെത്തിയിട്ടും ഒരു ബ്രോഡ്കാസ്റ്റേഴ്സിനെ കിട്ടാത്തത് അൺയൂഷ്വലാണ്. കഴിഞ്ഞ വേൾഡ് കപ്പുകളിൽ 2018-ലും 2022-ലും ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ CCTV ആണ് അവിടെ വേൾഡ് കപ്പിൻ്റെ റേറ്റ് എടുത്തിരുന്നത്. അവർ അത് വളരെ നേരത്തെ തന്നെ റൈറ്റ് സ്വന്തമാക്കുകയും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഒരുപാട് മുമ്പ് തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കുക, ചൈന കഴിഞ്ഞ തവണ 17.7% ടോട്ടൽ ഗ്ലോബൽ ലൈനർ TV റീച്ചിൻ്റെ 17.7% അവിടെ നിന്നുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് 2.9%. എന്ന് പറഞ്ഞാൽ ഈ 2 രാജ്യങ്ങളിൽ നിന്നുമായിട്ട് ഗ്ലോബൽ ഡിജിറ്റൽ സ്ട്രീമിങ്ങിൻ്റെ 22.6% ഫിഫക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 രാജ്യങ്ങളിലാണ് ഇപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്ററെ കിട്ടാത്തത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിഫ ഇനീഷ്യലി ഇന്ത്യയിൽ നിന്ന് ചോദിച്ചത്, ഇന്ത്യക്കൊരു ബ്രോഡ്കാസ്റ്ററെ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റിന് വേണ്ടിയിട്ട് ചോദിച്ചത് $100 മില്യൺ ആണ്. അത് 2026, 2030 വേൾഡ് കപ്പുകൾ ഒരുമിച്ചായിരുന്നു അവർ സെല് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ മറ്റ് ഒരു ബ്രോഡ്കാസ്റ്ററും അതെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. പിന്നെ വന്നിരുന്ന വിവരമനുസരിച്ച് €30 മില്യൺ തന്നാൽ മതിയെന്ന് ഫിഫ പറഞ്ഞു. അതുപോലും എടുക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ്. ഈ 2022 വേൾഡ് കപ്പ് ഇന്ത്യയിൽ എയർ ചെയ്തത് റിലയൻസ് വഴിയാണ്. നമുക്കറിയാം, ജിയോ സിനിമയിലൊക്കെ കളിയുണ്ടായിരുന്നു. അന്ന് എബൌട്ട് $60 മില്യൺ അതിന് വേണ്ടി കൊടുത്തത്. ആ ഡീലാവട്ടെ 14 മാസം മുമ്പ് തന്നെ ആ ഡീല് എടുക്കുകയും പിന്നെ വലിയ രൂപത്തിലുള്ള അതിൻ്റെ പ്രൊമോഷണൽ കണ്ടൻറ്റുകളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് $60 മില്യൺ, അതിപ്പം $20 മില്യൺ മാത്രം കൊടുക്കാനേ തയ്യാറാവുന്നുള്ളൂ. അന്ന് ആ ടൂർണമെൻറ്റിൽ നിന്ന് ഓവർ 110 മില്യൺ ഡിജിറ്റൽ വ്യൂവർഷിപ്പ് അക്രോസ് ദി പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് അതിൻ്റെ റേറ്റ് എടുത്തവർ. ഇപ്പോൾ റിലയൻസും ഡിസ്നിയും ചേർന്നിട്ടുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചർ, അവർ €20 മില്യൺ ഓഫർ ചെയ്തത്. ഫിഫ അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ ഇതിൽ നോക്കേണ്ട കാര്യം, റിലയൻസ് ഡിസ്നി ജോയിൻറ്റ് വെഞ്ചർ ക്രിക്കറ്റ് റൈറ്റിന് വേണ്ടിയിട്ട് ബില്യൺസ് ഇപ്പോൾ ചിലവാക്കുന്നുണ്ട്. അതേസമയം ഈ ഫുട്ബോൾ അവർ പ്രതീക്ഷിക്കുന്ന വ്യൂവർഷിപ്പ് കുറയുമെന്നാണ്. അതിൻ്റെ പ്രധാന കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ ഈ 3 രാജ്യങ്ങളിൽ വെച്ച് കളി നടക്കുമ്പോൾ മോസ്റ്റ് മാച്ചസ് വിൽ എയർ പാസ്റ്റ് മിഡ് നൈറ്റ് ഇൻ ഇന്ത്യ. അതാണ് പ്രശ്നം. മിക്ക മത്സരങ്ങളും അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും ഇന്ത്യയിൽ എയർ ചെയ്യേണ്ടി വരിക. അപ്പോൾ വ്യൂവർഷിപ്പിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പണം കൊടുക്കാൻ മടിക്കുന്നത്.
ഏതായാലും ഫുട്ബോൾ പ്രേമികൾ ആശങ്കയിലാണ്. ഇന്ത്യയിൽ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ, കളി കാണാൻ പറ്റില്ലേ എന്നുള്ളതൊക്കെയാണ് ആശങ്ക. വരും ദിനങ്ങളിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.